പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഗീതുവിന്റെ അന്വേഷണം പുതിയൊരു വഴിത്തിരിവിലേക്ക് പോയതിനെ തുടർന്ന് ഒടുവിൽ സത്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഗോവിന്ദ്. വിജയലക്ഷ്മിയുടെ കയ്യിലെ കുഞ്ഞ് ആരാണ് എന്നുള്ള ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. ഇതോടെ കാര്യങ്ങൾ കൂടുതൽ ക്രിട്ടിക്കലായിരിക്കുകയാണ്. ഗീതുവിനെ ചെന്ന് കാണുന്ന ഗോവിന്ദ് സത്യങ്ങൾ എനിക്ക് അറിഞ്ഞേ മതിയാകൂ എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. കാര്യങ്ങൾ വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് എല്ലാ സത്യവും അറിയണം. വിജയലക്ഷ്മി അമ്മ ഇനി എന്തൊക്കെയാണ് ഒളിപ്പിച്ചു വെക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയേ മതിയാകൂ എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ ശരിയാകും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുന്ന ഗീതു ഇതെല്ലാം കണ്ടെത്താൻ ഞാനും കൂടെയുണ്ടാകും എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. ഇതേസമയം ഭാസ്കരനാകട്ടെ തൻ്റെ ചതികളുമായി മുന്നേറുമ്പോഴാണ് കണ്ണോപ്പറേഷന്റെ കാര്യം പറഞ്ഞ് മുന്നിലേക്ക് കടന്ന് വരുന്നത് ഗീതുവും അതുപോലെ തന്നെ ഗോവിന്ദും. ഇതോടെ എനിക്കിപ്പോൾ കണ്ണോപ്പറേഷൻ ഒന്നും വേണ്ടടാ, ഞാൻ എന്തായാലും ഇത്രയും നാൾ ഇങ്ങനെയൊക്കെ ജീവിച്ചില്ലേ, അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലെ തന്നെ അങ്ങ് പൊക്കോളാം. ഇത് കേൾക്കുന്ന ഗോവിന്ദാകട്ടെ അയ്യോ അങ്ങനെ പറയരുത്, ഞാൻ എത്ര കോടി രൂപ മുടക്കിയിട്ടാണ് എങ്കിലും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും, അത് ഞാൻ നൽകുന്ന ഉറപ്പാണ്. എന്തായാലും അങ്ങനെ കാര്യങ്ങൾ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് കാഴ്ചശേഷി നിങ്ങൾക്ക് തിരികെ നൽകിയേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇപ്പോൾ അയാൾ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ? ഇനി എന്താകും എൻ്റെ അവസ്ഥ മുതലായ ചോദ്യങ്ങളാണ് മുൻപിൽ വന്നു നിൽക്കുന്നത്. ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. ഇപ്പോൾ അയാൾ ഉടൻ തന്നെ ചെന്ന് കണ്ടിരിക്കുകയാണ് രാധികാമ്മയെ. എൻ്റെ കണ്ണോപ്പറേഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാക്കണം. എനിക്കൊന്നും വയ്യ ഓപ്പറേഷന് പോയി തലവെക്കാൻ. ആ കാര്യം ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, നീ എന്തെങ്കിലും ചെയ്തിട്ട് ഇതിൽ നിന്ന് എന്നെ രക്ഷിച്ചേക്കണം എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് രാധികാമ്മ ആകെ പകച്ചുപോയിരിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യുക, എങ്ങനെയാണ് രക്ഷിക്കുക എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് ഭാസ്കരൻ അതൊന്നും എനിക്ക് അറിയേണ്ടതില്ല എന്ന് മറുപടി പറഞ്ഞിരിക്കുകയാണ്. നീ എന്നെ രക്ഷിക്കണം, അത് ഞാൻ പറഞ്ഞതാണ്. കണ്ണോപ്പറേഷന്റെ കാര്യമായി ഇനി അവൻ വന്നാൽ സത്യങ്ങളെല്ലാം ഞാൻ വിളിച്ചു പറയും എന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഭാസ്കരൻ. ഇതോടെ രാധികാമ്മ ആകെ പെട്ടുപോകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.